വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് മനസ്സിലാക്കുക, ഈ അനാലിസിസ് ചെയ്യുന്നത് വോളിയം പ്രൊഫൈലിൻ്റെ ബേസിസിലാണ്. നമുക്ക് നിഫ്റ്റിയുടെ വോളിയം അവൈലബിൾ ആയിട്ടുള്ളത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്. അപ്പോൾ നമ്മൾ അനാലിസിസ് ചെയ്യുന്നതെല്ലാം നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്, സ്പോട്ട് ചാർട്ടിലല്ല. ഫ്യൂച്ചർ ചാർട്ടും നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടും ഈ രണ്ടും ഒരുപോലെ വരുന്നത് മന്ത്ലി എക്സ്പയറിയുടെ സമയത്താണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 18 ജനുവരി നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് ചെയ്തത് 25,750 ഇനി നമ്മൾ ഇൻഡെക്സ് ചാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും 18 ക്ലോസിംഗ് വന്നത് 25,699 അതായത് ഒരു 50 പോയിൻറ്റ് വ്യത്യാസമുണ്ട്. ഫെബ്രുവരി 2 നിഫ്റ്റി പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 1 നമുക്ക് എല്ലാവർക്കും അറിയാം, ബഡ്ജറ്റ് അവതരണമായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള വോളറ്റാലിറ്റി മാർക്കറ്റിലുണ്ടായിരുന്നു. 25,000 എന്ന് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സ്ട്രോങ് സപ്പോർട്ട് റേഞ്ച് ഇന്ന് ഡിസിസീവായിട്ട് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് ഒരു ഫ്രീ ഫോൾ ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ടെക്നിക്കലി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഇന്ന് പൂർണ്ണമായിട്ടും ഒരു ന്യൂസ് ബേസ്ഡ് ട്രേഡായിരുന്നു. അപ്പോൾ നമുക്കിനി നാളെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കിന്ന് ഒരുപാട് ലെവൽസ് കിട്ടിയ ദിവസമാണ്. കാര്യം താഴത്തോട്ട് നമുക്ക് ലെവൽസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടുന്ന കുറേ ലെവൽസ് നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ലെവൽസൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് എന്താണ് വരും ദിവസങ്ങളിൽ സംഭവിക്കുക എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമുക്കിനി വോളിയം പ്രൊഫൈലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വോളിയം പ്രൊഫൈലിനെ പറ്റിയൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം ഞാനിതിൻ്റെ സെറ്റിങ്സ് മാറ്റിയിട്ട് ഹിസ്റ്റോഗ്രാമിലേക്ക് മാറ്റുകയാണ്. അപ്പം ഹിസ്റ്റോഗ്രാമിലേക്ക് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വാല്യൂ ഏരിയ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഹിസ്റ്റോഗ്രാം എനേബിൾ ചെയ്ത പ്രൊഫൈൽ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന ഈ ഏരിയയാണ് നമ്മുടെ വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാല്യൂ ഏരിയ വോളിയം പ്രൊഫൈലിൻ്റെ 68% വോളിയം ട്രേഡ് ചെയ്ത ഏരിയയാണ്. അപ്പോൾ ഈ പ്രൊഫൈൽ ഒരു ബി ഷേപ്ഡ്, ഒരു സ്മോൾ ലെറ്റർ ബി ഷേപ്ഡ് പ്രൊഫൈലാണ്. അപ്പോൾ ഈ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ട്രോങ് ലോവർ ട്രെൻഡ്, ഒരു ഡൗൺ ട്രെൻഡ് വരുന്ന സമയത്ത് ഫോം ചെയ്തതാണ്. ഇന്ന് പറഞ്ഞ പോലെ ഒരു ഡൗൺ ട്രെൻഡ് ഡേ തന്നെയായിരുന്നു. ഒരു നിഫ്റ്റി ഒരു ബോട്ടം ഔട്ട് അടിച്ച ഒരു ദിവസമായിരുന്നു. സോ ഇതിൽ ഒട്ടും അതിശയമില്ല ഈ ബി ഷേപ്പ് പ്രൊഫൈൽ ഫോം ചെയ്തതിൽ. ഇപ്പം STTനെ പറ്റിയൊക്കെ ഉള്ള ന്യൂസ് വന്നതിൻ്റെ ആണ് ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഇത്രത്തോളം നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തതും നിഫ്റ്റി ഫോൾ ചെയ്തതും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത് തന്നെയായിരിക്കും കാരണം. അപ്പം ഇന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്വീറ്റും കൂടെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇനിയും ഈ ഒരു നെഗറ്റീവ് ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് നാളെയും മാർക്കറ്റിലുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമുക്ക് ഈ ബി പ്രൊഫൈലും കൂടെ ഫോം ചെയ്ത് കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു നമ്മളിനി ഫർദർ ഡൗൺ ട്രെൻഡിനായിരിക്കും നമുക്കുണ്ടാവുക. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് എവിടേക്കാണ് കിട്ടുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ വോളിയം നോട്ട്സൊക്കെ നമുക്ക് ശരിക്കും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് നമ്മുടെ സ്റ്റെപ്പ് പ്രൊഫൈലിലോട്ട് ഞാനിത് മാറ്റുവാണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ടേപ്പറിങ് വരുന്ന എഡ്ജസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഡ്രോയിങ്സ് എനേബിൾ ചെയ്യാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടിയ ലെവൽസൊക്കെ നമുക്ക് വേഗം ഡിസ്കസ് ചെയ്യാം. ആദ്യം എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ലെവൽ 25,230 എന്ന് പറയുന്ന ലെവലാണ്. അവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി പൂള് ഫോം ആയത് കാണാം, ഒരു റെഡ് നിറത്തിലൊരു ബാൻഡ്. അപ്പം അവിടെ മാർക്കറ്റ് നാളെ ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് മാക്സിമം ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും കൂടുതൽ നമുക്ക് തരിക. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്തെങ്കിലും ഒരു പാറ്റേൺ ഫെയിലിയർ, ഒരു ലോങ് വിക്കുള്ള ഒരു ക്യാൻഡിൽ, അതായത് മേളിൽ വിക്കുള്ള ഒരു ക്യാൻഡിൽ, അതല്ലെങ്കിൽ ഒരു സ്വിങ് പാറ്റേൺ ഫെയിലിയർ, അങ്ങനെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു സെൽ സൈഡ് ട്രേഡ് നോക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത് 25,633 എന്ന് പറയുന്ന ലെവലാണ്. ഈ ലെവലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ലിമിറ്റ് ബയറിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പം ഒരുപാട് അബ്സോർപ്ഷൻ വന്നൊരു ഏരിയയാണ്. ഒരുപാട് സെല്ലേഴ്സിനെ അവിടെ അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം സാധാരണ ഓർഡർ ഫ്ലോയിൽ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, ഹൈഡിങ് ബിഹൈൻഡ് ദ എലിഫൻ്റ് എന്ന് പറഞ്ഞിട്ട്. നമ്മളതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് ഷോർട്സ് വീഡിയോ. നിങ്ങൾക്കത് വേണമെങ്കിൽ കാണാവുന്നതാണ്. അപ്പം ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഹൈഡിങ് ബിഹൈൻഡ് ദ എലിഫൻ്റ് സെറ്റപ്പ് നോക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു റിവേഴ്സ് ട്രേഡാണ്, അത് മേളിലോട്ടുള്ള ട്രേഡാണ്, അതായത് ഒരു CE സൈഡാണത്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് VPOC വരുന്ന 25,110 എന്ന് പറയുന്ന ഏരിയയാണ്. അവിടെയും ഒരുപാട് ബയേഴ്സിനെയും സെല്ലേഴ്സിനെയൊക്കെ മാർക്കറ്റ് ട്രാപ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻ്റ് അനുസരിച്ച് ഒരു ട്രേഡ് എടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം അവിടെ എത്തുന്ന സമയത്ത്
ഓവറോൾ ഡേറ്റ ഓർഡർ ഫ്ലോയിൽ ഒരു ബെയറിഷ് മോഡാണെങ്കിൽ ഒരു റിവേഴ്സൽ ട്രേഡും, അതല്ല ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണ്, ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട് ഒരു 5 മിനിറ്റ്സിലോ 50 മിനിറ്റ്സിലോ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ റീടെസ്റ്റിലൊരു ലോങ് നോക്കാനാണ് ഞാൻ നോക്കുന്നത്. കാര്യം അത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് ഏരിയയാണ് ഒരു ട്രേഡ് കിട്ടുന്നത്. പക്ഷേ അത് നമുക്കൊരു പ്രീ മാർക്കറ്റിൽ നമുക്കത് പറയാൻ പറ്റില്ല അവിടെ നിന്ന് എന്ത് തരത്തിലുള്ള ട്രേഡാണ് കിട്ടുകയെന്ന്. അത് നമുക്ക് ലൈവ് മാർക്കറ്റ് നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് വേണം അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലെവൽസിനെ പറ്റി പറയാനുള്ളത്. ഞാൻ ഈ ലെവൽസ് ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇതൊരു ചാർട്ട് പോലെ വേണം, അതുപോലെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഈ ലെവൽസ് തികയാണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻസിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി OA ഡേറ്റയിലോട്ട് വരാം. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത് 24,825 25,000 ഒരു സ്ട്രോങ് സപ്പോർട്ടായിരുന്നു. ആ സ്ട്രോങ് സപ്പോർട്ട് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ടോട്ടൽ 10 മില്യൺ OI, പുതുതായിട്ട് 7.8 മില്യൺ കോൾ റൈറ്റേഴ്സ് അവിടെ ആഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വരുന്ന റെസിസ്റ്റൻസ് 25,200 അവിടെ ടോട്ടൽ OI 7.6 മില്യൺ, പുതുതായിട്ട് 5.3 മില്യൺ കോൾ റൈറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. ഇനി സപ്പോർട്ട് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് വരുന്നൊരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 24,700 അവിടെ ടോട്ടൽ OI വരുന്നത് 3.8 മില്യൺ, പുതുതായിട്ട് ഓൾമോസ്റ്റ് 2 മില്യൺ പുട്ട് റൈറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വരുന്ന സപ്പോർട്ട് 24,500 അവിടെ ടോട്ടൽ OI 6.7 മില്യൺ, പുതുതായിട്ട് 1.1 മില്യൺ പുട്ട് റൈറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാമ എക്സ്പോഷറിൻ്റെ ചാർട്ടിലോട്ട് വരാം. അപ്പോൾ ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 25,000 ഒരു ഹെവി റെസിസ്റ്റൻസ് ആയിട്ടാണ് ഇനി നാളെ ആക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്കൊരു മേജർ സപ്പോർട്ട് വരുന്നത് 24,500 തന്നെയാണ്. 24,600 24,700 ആ സപ്പോർട്ടൊന്നും അത്ര സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം 24,500 ആയിരിക്കും നമുക്ക് ഇനി ക്രിട്ടിക്കൽ ഫാക്ടർ ഫോർ ഫർദർ ഫോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.